ഹലോ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും എൻട്രി ഓപ്പറേഷൻസ് വരുമെങ്കിൽ എൻട്രി എടുക്കാനും നമ്മുടെ സ്റ്റഡി പ്രകാരം എടുക്കാനും കഴിയുന്ന ഒരു സ്റ്റോക്കാണ് ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്കത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് പരിഗണിക്കാം. ഓക്കെ, എൻ്റെ വാച്ച് ലിസ്റ്റിൽ എന്തായാലും ഉണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ആഡ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. അത് ഞാൻ ഇങ്ങനെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റോക്കിൻ്റെ പേര് FBC ലിമിറ്റഡ്. ഇതിൻ്റെ ടോപ്പ് ഡൗൺ നമുക്ക് പോവാം. ഫോളോ വന്നു, വീണ്ടും ഒരു കയറാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. 3 months ആണ് ഞാൻ ഹയർ ടൈം ഫ്രെയിം ആയിട്ട് നോക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ട് വരാം. ഈലോ 3 monthsന്റെ ഈലോ മാർക്ക് ചെയ്യാൻ, കാരണം ഇതിന് മുകളിലും താഴെ ഒന്നും പോയിട്ടില്ല, അതിനകത്താണ് നിൽക്കുന്നത്. ഓക്കെ, 3 months മാർക്ക് ചെയ്തു. മന്ത്ലിയിൽ വരട്ടെ. മന്ത്ലി ഓക്കെ, വീക്ക്ലി കൂടെ ഒന്ന് നോക്കട്ടെ. ഓക്കെ, വീക്കിലി വരുമ്പോൾ നമുക്കൊരു കാര്യം കാണാൻ പറ്റുന്നത് ഇത് കണ്ടില്ലേ, ഈ നവംബർ ഫസ്റ്റ് വീക്കിൻ്റെ ഈ ക്യാൻഡലിൻ്റെ താഴെയോ മുകളിലായിട്ട് മാർക്കറ്റ് പോയിട്ടില്ല. അതിനകത്ത് ഒരു ഇൻസൈഡ് ക്യാൻഡിൽസ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതിന് താഴെയോ മുകളിലും ബ്രേക്ക് ഔട്ട് ചെയ്താൽ നല്ലൊരു മൂവ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതിൻ്റെ ലോവർ പോയിന്റ് എന്ന് പറയുന്നത് 484, ഹയർ പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് 527.15. ഓക്കെ, ഡെയിലിയിൽ കൂടെ നോക്കാമല്ലോ. ഡെയിലിയിൽ എന്താണ് സിറ്റുവേഷൻ? ഓക്കെ, ഡെയിലിയിൽ ഇതാ കണ്ടില്ലേ, 484 താഴെ വന്നു. വേറെ ക്ലോസും കിട്ടിയിട്ടില്ല. ഡെയിലി താഴെ വന്നു. അവിടെ നിന്ന് തിരിച്ച് റിക്കവർ ആയി. അപ്പോൾ നല്ല ബയസ് ഉള്ള ഒരു ഏരിയ ആണ് ഇത്, 484 ഏരിയ. ഓക്കെ, അവിടെ നല്ലൊരു മൂവ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും എൻട്രി പരിഗണിക്കാമോ? എൻട്രിയുടെ ഒരു ബ്രേക്ക്ഔട്ട് എൻട്രി, അങ്ങനെയുള്ള എൻട്രി എന്നല്ല, നമുക്കൊരു എൻട്രി എടുക്കാം. ഓക്കെ, ബ്രേക്ക്ഔട്ട് എൻട്രി ഞാൻ അങ്ങനെ നോക്കാറില്ല. ഞാൻ നോക്കുന്ന, സത്യം പറഞ്ഞാൽ ബ്രേക്ക്ഔട്ടിന് മുമ്പുള്ള എൻട്രീസും കാര്യങ്ങളൊക്കെ കിട്ടുമോ എന്നുള്ളതാണ് ഞാൻ കൂടുതൽ സ്റ്റോക്ക് നോക്കുമ്പോൾ നോക്കുന്നത്. ഓക്കെ, വേണമെങ്കിൽ പറയാം ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കും, അങ്ങനെയൊന്നുമില്ല ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ എൻട്രി സ്റ്റൈൽ ഇഷ്ടമുള്ള രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഔട്ടിന് മുമ്പേ ഒരു സ്റ്റോക്ക് കണ്ടെത്തി അതിൽ നമ്മൾ എൻട്രി എടുക്കുക. എന്തായാലും നല്ലൊരു മൂവ് വന്നിട്ടുണ്ട്. ഇവിടെ ഒന്നും ചാടിക്കയറി എൻട്രി എടുക്കുന്നില്ല. പകരം കുറച്ചുകൂടെ ടൈം ഫ്രെയിം താഴോട്ട് പോകാം. ഈ 496 ഇത് ഇവിടെ ബയസ് സ്ട്രെങ്ത് കാണിച്ചു. അവർ നല്ല ബയസ് ആണെന്ന് കാണിച്ചുകൊണ്ട് വീണ്ടും മുകളിലോട്ട് പോയിട്ടുണ്ട്. നമുക്ക് എന്താണ് ക്യാൻഡിൽ പറയുന്നത് നോക്കാം. ഓക്കെ, മുകളിലോട്ട് പോയി. ഇനി ഇത് അതേപടി പോയി മുകളിൽ പോകണമെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ. ഓക്കെ, എൻ്റെ സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ സ്ട്രാറ്റജി എങ്ങനെ ഫോളോ ചെയ്യുന്നത് ഈ സ്റ്റോക്കിൽ നിങ്ങൾക്ക് അങ്ങനെ എൻട്രി വരുമ്പോൾ നോക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ എൻ്റെ സെറ്റപ്പ് വെച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എൻ്റെ സെറ്റപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചിലപ്പോൾ ഇനി പോയെന്ന് തന്നെ വെച്ചോളൂ, പോയി ഒരു ഫേക്ക് ബ്രേക്കൗട്ടാണ് കാണിക്കുന്നതെങ്കിൽ തിരിച്ചതുപോലെ വന്നത് ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഒരു വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്തു. തിരിച്ച് നെക്സ്റ്റ് തന്നെ വീണ്ടും ബൈ സ്ട്രെങ്ത് കാണിച്ചുകൊണ്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. ആ ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, അതാണ് എൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ ഏരിയ SL ഏരിയ ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് എൻട്രി ചെയ്താൽ നമുക്ക് ഇവിടെ തന്നെ SL, കാരണം തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട്. ചിലപ്പോൾ ഇവിടെ നിന്ന് തന്നെ താഴോട്ട് വരാം. ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് നല്ല റെഡ് ക്യാൻഡിലൊക്കെ ക്ലോസ് ചെയ്ത് വീണ്ടും അതിൻ്റെ കണ്ടിന്യൂഷനെ കിട്ടണമെങ്കിൽ പിന്നെ അതിൽ എൻട്രി നോക്കേണ്ട കാര്യമില്ല. ഈ ഏരിയയിൽ നിൽക്കണേ നമുക്ക് ആഡ് ചെയ്ത് ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസ് ഒക്കെ ആഡ് ചെയ്ത് നിൽക്കാം. വീണ്ടും മാർക്കറ്റ് കയറുക തന്നെ ചെയ്യും. ഓക്കെ, ഡിലീറ്റ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടുന്ന് എന്ത് സംഭവിച്ചാലും നമുക്ക് വിഷയമല്ല. ഇവിടെ ചാടിക്കയറി ഓടുന്ന ട്രെയിനിൽ ചാടിക്കയറി തലവയ്ക്കാനൊന്നും തോന്നുന്നില്ല. ഓക്കെ, ഇവിടുന്ന് എന്ത് സംഭവിച്ചാലും വിഷയമല്ല. വേണമെങ്കിൽ അറിയാൻ പോട്ടെ, ഇവിടെ തന്നെ നിൽക്കട്ടെ. എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈയിങ് ആവറേജ് ഇതിൻ്റെ ഇവിടെ എവിടെയെങ്കിലും ഒരു വീണ്ടും വന്ന് റീടെസ്റ്റ് എൻട്രി, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പരിസരത്ത് എവിടെയെങ്കിലും ഒരു വീണ്ടും ഗ്രീൻ ക്യാൻഡിൽ, നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ഇതുപോലത്തെ ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ എൻട്രി ചെയ്യാം. എന്ന് വെച്ചാൽ സെല്ലേഴ്സ് കൊണ്ടുവന്ന് വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുപോകണതിന് പരാജയപ്പെടണം. എന്നാലേ ഈ ബയസിന് സ്ട്രെങ്ത് ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ ഒരു നല്ല ക്യാൻഡിലാണ് ചാടി കയറിയാൽ പറയാം, ചിലപ്പോൾ അതുപോലെ ഇങ്ങനെ വന്നാലോ, മൊത്തം പോയാലോ, ഒന്നും ചെയ്യാൻ പറ്റില്ല.
അതാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം. ഓക്കെ, ഡിലീറ്റ് ചെയ്യട്ടെ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സിമ്പിളായിട്ടൊരു അനാലിസിസ് ആണ്. ആദ്യം വേറെ റിസ്ക്കും കുറവാണ്. ചാടിക്കറിയുള്ള എൻട്രി ഒന്നുമില്ല. ഇങ്ങനെയാണ് പറയുന്നത്. ഇവിടുന്ന് ഇങ്ങനെ വയ്ക്കുക 1:3.56% റിസ്ക്, 1:2 3. ഇങ്ങനെ എനിക്ക് സുഖമായിട്ട് പറയാൻ പറ്റും. ചിലപ്പോൾ ഇത് നടന്നെന്നും വരാം. ഇപ്പം ഇനി ഇവിടം വരെ ടാർഗറ്റ് അച്ചീവ് ആയിട്ടായിരിക്കും വീണ്ടും തിരിച്ച് റെസിസ്റ്റൻസ് എടുത്ത് താഴെ വന്ന് വീണ്ടും ഒരു മൂവ് വരുന്നത്. ഓക്കെ, ഞാൻ ഇങ്ങനെയുള്ള മൂവ് അല്ല പറയുന്നത്. ഇത് വർക്ക് ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ എന്താ ചെയ്യുക, ഇവിടെ ക്വാണ്ടിറ്റി കുറച്ചെടുക്കുക. 100 ക്വാണ്ടിറ്റി എടുക്കാൻ ഉദ്ദേശിച്ചാണ് 50 ഇവിടെ എടുക്കുക. ഓക്കെ, എന്നിട്ട് വീണ്ടും തിരിച്ച് ഈ ഏരിയ തന്നെ വരികയാണെങ്കിൽ വീണ്ടും ഒരു 50 അങ്ങോട്ട് എടുക്കുക. അങ്ങനെയും ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ പറയുന്നത് വെച്ചാൽ കുറച്ചുകൂടെ സേഫ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയുള്ളതാണ്. ഇവിടെ എവിടെയോ പോട്ടെ, എന്തോ ചെയ്യട്ടെ, തിരിച്ച് പക്ഷേ ഈ നമ്മുടെ ആവറേജിന്റെ ഏരിയയിൽ വന്ന് ഇവിടെയോ എവിടെയെങ്കിലും കിട്ടി നല്ലൊരു ക്യാൻഡിൽ ഇതുപോലെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു എൻട്രി പരിഗണിക്കാം. ഓക്കെ, ഇനി വരാതെ ഇവിടെ തന്നെ ഇങ്ങനെ കൺസോളിഡേറ്റ് ആയി നിൽക്കണമെങ്കിൽ ഈ പരിസരത്ത് പറഞ്ഞില്ല, ഈ ഏരിയയിൽ നോക്കാം. ഇത് ബ്രേക്ക് ചെയ്ത് എന്താ പറയുക, സെല്ലേഴ്സ് ഇവിടെ ബ്രേക്ക് ചെയ്ത് വീണ്ടും സെല്ലേഴ്സിനെ വിൽക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ഇതുപോലൊരു പ്രൈസ് ആക്ഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി നടത്തുക, നിങ്ങളുടെ സ്ട്രാറ്റജി നോക്കുക. ഞാൻ എൻ്റെ ഒരു സെറ്റപ്പ് വെച്ചുള്ള എൻട്രിയും കാര്യങ്ങളും പറഞ്ഞത്. ഇല്ലെങ്കിൽ എനിക്ക് ഇതാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രിക്ക് പരിഗണിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. അതും നടക്കും. ഓക്കെ, എന്ത് സെറ്റപ്പ് ആണോ സ്ട്രാറ്റജി ആണോ ഒരാൾ ഫോളോ ചെയ്യുന്നത് അത് തന്നെ ഫോളോ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞത് എൻ്റെ ഒരു ഇത് മാത്രമല്ല. എന്തായാലും മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, 484 താഴെ ക്ലോസ് ചെയ്ത് കണ്ടിന്യൂഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ അത് വിടും. അതിനകത്ത് നിൽക്കുക, ഈ സോണിനകത്തൊക്കെ നിൽക്കുന്നിടത്തോളം കാലം എനിക്കിത് എൻട്രി ലെവൽ, എൻ്റെ സെറ്റപ്പ് പ്രകാരം എൻട്രി ലെവൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.